ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സ്പിരിറ്റിസ് മക്കളെ, നമ്മൾ ഒത്തിരിയേറെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വലിയ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും മണിക്കൂറിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. പ്രത്യേകിച്ച് സ്പിരിറ്റിസ് അഭിഷേകവും കർത്താവിൻ്റെ ദാസനും ദാസിയും വലിയൊരു യുദ്ധത്തിൽ വിജയം വരിച്ച് ആ യുദ്ധത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗ്ഗത്തിൽ നിന്ന് അയക്കുന്ന ഈ നല്ല മണിക്കൂറിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെയും, ഈ 28ാമത് ഫാത്തിമ റാലി തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നു മുതൽ ഇന്ന് വരെയും എത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പരിപാലനയോടെ, വലിയ സംരക്ഷണത്തിൻ്റെ വലിയൊരു മഹത്വത്തിലാണ് ഓരോ റാലിയും കഴിയുമ്പോഴും ദൈവം അത്രമാത്രം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയും ദൈവത്തിൻ്റെ ദൂതന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും വിശുദ്ധകൾ സ്വർഗം മുഴുവൻ ഇറങ്ങി വന്ന് ഈ റാലി നയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ റാലിയിലും നമ്മൾ വെച്ച ഓരോ നിയോഗങ്ങളും അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങൾ ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും ഓരോ അഭിഷേകങ്ങൾക്കും ഓരോ ശക്തിക്കും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ 28ാമത് ഫാത്തിമ റാലി, ഈ റാലിയോടനുബന്ധിച്ച് യുദ്ധത്തിനെതിരെ യുദ്ധം, അത് ജമാല യുദ്ധം, നമ്മൾ ഈ ദിവസം അത് ഏറ്റവും മനോഹരമായി അതിവിടെ നടത്തിയപ്പോൾ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഈ ജമാല റാലിയിൽ പങ്കെടുക്കാൻ കടന്നു വന്ന, ഈ ജമാല റാലി നയിച്ച കർത്താവിൻ്റെ ദാസനും ആത്മാവുള്ള അപ്പോസ്തലനുമായ കർത്താവിൻ്റെ ദാസൻ ടോം സക്കറിയയെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഒത്തിരിയേറെ ബഹുമാനത്തോടെ ദാസൽ വെച്ചിരിക്കുന്ന എല്ലാ അഭിഷേകത്തോടു കൂടി ഈ മഹാസമ്മേളനത്തിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസി കാതറിനെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഒത്തിരിയേറെ ബഹുമാനത്തോടെ ഓരോ റാലിയിലും മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച കർത്താവിൻ്റെ ദാസിയെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഒത്തിരിയേറെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾ ഈ മഹാസമ്മേളനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ശക്തമായി എല്ലാവരും കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ റാലിക്ക് വേണ്ടി വിളിക്കുമ്പോഴെല്ലാം ഓടി വന്ന ഓരോ സ്പിരിറ്റിസ് മക്കളും, ഓരോ റാലിയിലും കടന്നു വന്നവര്, ഭവനത്തിലായിരുന്ന റാലിയിൽ പങ്കെടുത്തവര്, ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരുന്ന ഓരോ ജപമാല റാലി നടത്തിയ എല്ലാ സ്പിരിറ്റിസ് മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഒത്തിരിയേറെ ബഹുമാനത്തോടെ ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ 28 ഫാത്തിമ റാലിയിലും ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത, ഇതിൻ്റെ എല്ലാ ഭൗതികമായിട്ടുള്ള ഓരോ ക്രമീകരണങ്ങൾക്കും വേണ്ടി ദൈവം ഉപയോഗിച്ച ഓരോ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ 28 ഫാത്തിമ റാലിയിലും പങ്കെടുത്ത ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ദേശങ്ങളെയും അവരുടെ രാജ്യങ്ങളെയും സ്വർഗസ്വനായ പിതാവ് സ്പിരിറ്റ് ഇൻ ജീസസിന്റെ ദൈവ സ്വർഗ കവാടം തുറന്ന് എല്ലാവരെയും സമർത്ഥമായി 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 അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധം, യുദ്ധത്തിനെതിരെ ജപമാല യുദ്ധം, അതിനെതിരെ മറ്റൊരു യുദ്ധം. ആ യുദ്ധത്തിൽ സ്പിരിറ്റ് ഇൻ ജീസസ് വിജയിച്ചിരിക്കുന്നു. War against war, the rosary warfare. In this war, we Spirit in Jesus have won. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ജപമാല റാലി സമാപനത്തിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെവികളിൽ കേട്ട ശബ്ദമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Today, while this rosary rally was ending, these are the words I heard in my ears. പ്രിയപ്പെട്ടവരെ, മൂന്നാം ഫാത്തിമ രഹസ്യത്തിലെ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന ഒരു ഭീകരമായ യുദ്ധത്തെപ്പറ്റിയും ലോകത്തിൻ്റെ അവസാനത്തെ പറ്റിയുമാണ്. In the third secret of Fatima, Mother Mary told about a terrible war and about the end of this world. ഈ വരാൻ പോകുന്ന വലിയ സംഭവവികാസങ്ങൾ, ഒരു ആണവ യുദ്ധം, അത് സമീപഭാവിയിൽ തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്ന വ്യക്തമായ അറിവ് കിട്ടിയപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ ജപമാല റാലികൾ ആരംഭിച്ചത്. ഹല്ലേലൂയ. The servant of the Lord started the rosary rallies when he had a clear conviction that the wars, the atomic wars, are going to start and are very near. ജപമാല റാലികൾ ആരംഭിച്ചപ്പോൾ ഈ ലോകം സമാധാനത്തിലായിരുന്നു. When the rosary rallies were started, the world was at peace. പക്ഷേ സാവകാശത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചു. But slowly the Russia-Ukraine war started. എന്നാൽ അത് കുറഞ്ഞ രീതിയിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. But it was taking place in a progressive way. It was happening. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത്. In between that only Israel started the war. ഇപ്പോൾ അത് മറ്റൊരു ആണവ യുദ്ധത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. Now it is in the verge of another atomic war. നമുക്കറിയാം, ഏതു നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഇസ്രയേലും മറുവശത്ത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളും നിൽക്കുന്നത്. We know that the countries like Israel and other Iran-like countries are on the verge of starting a war at any time. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ. Along with that, we know the natural calamities. വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ, The avalanche that took place in Wayanad. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായത്. The thing that took place in Wayanad is a great thing and we can never imagine or think about it. കാരണം കിലോമീറ്ററുകൾ വീതിയിൽ, കിലോമീറ്ററുകൾ നീളത്തിൽ 3 ഗ്രാമങ്ങളാണ് 2 ഉരുൾപൊട്ടലിൽ കൂടെ വാഷ് ഔട്ട് ചെയ്തത്. 3 villages were washed out through this avalanche. രാത്രി സമാധാനത്തോടെ കടന്നുറങ്ങിയവർ രാവിലെ ഇല്ല നമ്മളോടത്ത്. The people who slept at peace at night, they were not there in the morning. എല്ലായിടത്തും പ്രശ്നങ്ങൾ. There is problem everywhere. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, In order to overcome these problems, ലോകത്തിന്റെ രക്ഷയ്ക്ക്, for the salvation of this world, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ to pray for that, സ്പിരിറ്റ് ജീസസിന് മാത്രമേ സാധിക്കൂ. only ഹല്ലേലൂയ. Spirit in Jesus will be able to do that. കാരണം പരിശുദ്ധ അമ്മ 1917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക്, യുദ്ധം അവസാനിക്കും, ലോകത്തിൽ സമാധാനമുണ്ടാകും. ഹല്ലേലൂയ. Because in 1917, when Mother Mary appeared in Fatima, she said, pray for the souls and there will be salvation for the world. പക്ഷെ മാതാവിൻ്റെ ആഹ്വാനം ആരും ശിരസ വഹിച്ചില്ല. But no one heeded to the invitation of Mother Mary. സംഭവിച്ച കാര്യം, ആ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് What ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു. What happened was that they kept that part aside and other things were accepted. കാരണം ശുദ്ധീകര ആത്മാക്കൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. Because only the souls in purgatory have salvation. നരകത്തിൽ പോയ ആത്മാക്കൾക്ക് രക്ഷയില്ല. The souls who went to hell, they have no salvation. ഈ ഒരു പ്രശ്നം നിൽക്കുന്നത് കൊണ്ട് തന്നെ While this problem exists, വെറുപ്പിലും വിദ്വേഷത്തിലും വലിയ ശാപത്തിലും മരിച്ചുപോയ അനേക കോടി ആത്മാക്കള് രക്ഷ പ്രാപിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. it was a situation where crores of souls who died in sins were not able to get saved. ഈ ആത്മാക്കളുടെ രക്ഷ സംഭവിക്കാതെ ലോകത്തിൽ സമാധാനമുണ്ടാവുകയോ യുദ്ധം അവസാനിക്കുകയോ ഇല്ല. ഹല്ലേലൂയ. Without the salvation for these souls, there will be no peace in the world and the war will not stop. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ ഇത്രയും വലിയൊരു ദൗത്യം, അതിൻ്റെ ഭീകരത, അത് ഏറ്റെടുക്കുന്ന വഴി ഉണ്ടാകുന്ന ഭാരം എത്രയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ
ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായത്. ഹല്ലേലൂയ. The servant of the Lord took up this mission after realizing all the things about this mission and the aftermath that he will face after taking up this. കഴിഞ്ഞ ജപമാല റാലിക്ക് 13-ാം തീയതി കർത്താവിന്റെ ദാസൻ സൂര്യയിൽ വെച്ച് പ്രഖ്യാപിച്ച കാര്യം, In the last Rosary rally, the 13th in Suryanelli, servant of the Lord declared like this: ഈ ആത്മാക്കളെ വീണ്ടെടുക്കുവാനും to save these souls ലോകത്തിൽ സമാധാനം തിരികെ കൊണ്ടുവരുവാനും സ്പിറ്റിംഗ് ജീസസിന് മാത്രമേ സാധിക്കൂ. and to bring back peace to this world, only Spirit in Jesus will be able to do that. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അന്ന് കർത്താവിന്റെ ദാസൻ ഒരു കാര്യം പറഞ്ഞു. That day നിങ്ങൾ ജപമാല റാലി നടക്കുമ്പോൾ നിങ്ങൾ റഷ്യൻ ഗ്രാമങ്ങളിൽ കൂടി അല്ലെങ്കിൽ പട്ടണങ്ങളിൽ കൂടിയാണ് നടക്കുന്നതെന്ന ഭാവനയിൽ കണ്ടുകൊണ്ട് വേണം ഈ റാലിയിൽ പങ്കെടുക്കുവാൻ. That day the servant of the Lord said this: while taking part in this rally, you have to imagine that you're walking through the streets of Russia. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ റാലിയിൽ പങ്കെടുക്കുമ്പോൾ, Dear ones, when I imagine like that and take part in this rally, ഞാൻ കണ്ട ഒരു കാര്യം, the thing that I saw was, ഞാനൊരു ദർശനത്തിൽ കണ്ട കാര്യം, the thing I saw in a vision was ഒരു തലയോട്ടികൾ മാത്രം കൂമ്പാരമായി കിടക്കുന്ന ഒരു രാജ്യത്തിൽ കൂടിയാണ് ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ. I am walking through the streets where there are heaps of skulls and bones. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യം, എത്രയോ യുദ്ധങ്ങൾ നടന്നൊരു രാജ്യമാണ് റഷ്യ. Dear ones, the Holy Spirit showed me one thing: Russia is a country where many wars took എത്രയോ place. ആയിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷങ്ങള് മരിച്ചു വീണ സ്ഥലമാണത്. It is a place where thousands and lakhs of people have died. ഈ ആത്മാക്കളുടെ രക്ഷ സംഭവിക്കാതെ യുദ്ധം അവസാനിക്കില്ല. ഹല്ലേലൂയ. Without the salvation of these souls, the war Hallelujah. will not end. നമ്മൾ ചെയ്യുന്ന ഈ ജപമാല റാലികള്, The rosary rallies that we conduct, ഓരോ റാലിയിൽ കൂടെയും അനേക ആയിരങ്ങള്, അനേക ലക്ഷങ്ങള്, അനേക കോടി ആത്മാക്കള് രക്ഷ പ്രാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. through each rallies, crores of Hallelujah. souls are being saved. ഈ അഭിഷേകത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. Only this anointing can do this. കാരണം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു സമൂഹം, ഒരേ ഒരു അഭിഷേകം സ്പിറ്റിംഗ് ജീസസ് മാത്രമാണ്. ഹല്ലേലൂയ. Because Spirit in Jesus community and anointing is the only one that prays for the lost souls. അതോടൊപ്പം തന്നെ ഓരോ റാലിയിൽ കൂടെയും നമുക്ക് കിട്ടുന്ന വിടുതലും അനുഗ്രഹങ്ങളും എത്രയോ പേര് ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. And how many people testify the blessings and deliverance that they gain through these rallies. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, I have only one thing to say. പരിശുദ്ധ അമ്മയെ ഇന്ന് ലോകം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മറന്നുകൊണ്ടിരിക്കുകയാണ്, തമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. The world is rejecting Mother Mary and is forgetting Mother Mary. പക്ഷേ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള സ്വർഗത്തിന്റെ വലിയ പദ്ധതികള് ഈ അവസാന കാലത്ത് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കാൻ പോകുന്നതെന്നുള്ള ആ വലിയ ബോധ്യത്തോടു കൂടി പരിശുദ്ധ അമ്മയെ ലോകം മുഴുവൻ ഉയർത്തി കാണിക്കുന്ന ഒരേ ഒരു സമൂഹം സ്പിറ്റിംഗ് ജീസസ് മാത്രമാണ്. ഹല്ലേലൂയ. But Spirit in Jesus is the only community that raises Mother Mary according to the plans of heaven. ഇന്ന് വലിയൊരു വിജയമാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. Today heaven has granted us a great victory. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഞാൻ ഒരു ദർശനം കൂടെ കണ്ടു. Like the handmaid of the Lord has said, I have seen one more vision. കോടാനുകോടി സ്വർഗീയ സൈന്യങ്ങൾ നമ്മളോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. Crores and crores of heavenly hosts took part with us in this rally. ഒരിക്കൽ കൂടി ഞാൻ കർത്താവിന്റെ ദാസർക്ക് നന്ദി പറയുകയാണ്. Once more I thank the servants of the Lord. കാരണം ഈ ലോകത്തിന്റെ ഒന്നും ആഗ്രഹിക്കാതെ, അഭിലഷിക്കാതെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആഗ്രഹം, പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം, അത് നിറവേറ്റി കൊടുക്കുവാനും ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അഹോരാത്രം രാവും പകലും ഒരുപോലെ അധ്വാനിക്കുകയാണ് അവര്. ഹല്ലേലൂയ. Because without desiring anything from this world, they are working for the salvation of this world and carrying out the plans of heaven. ഇന്ന് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി കൂടെ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്, ഇത്രയും നാൾ നടന്നതിനേക്കാൾ കുറേ കൂടെ തീക്ഷ്ണമായിട്ട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ.
In part of the ആമേൻ. community, ഹല്ലേലൂയ. I'm saying that from now on we'll work more harder for this mission. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അവസാന കാലഘട്ടങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞോ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം മതി ഈ ലോകം പൊട്ടിത്തെറിക്കാൻ, ഒരു ആണവ യുദ്ധത്തിലേക്ക്. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ ആണവായുധം തന്നെ ഉപയോഗിക്കും. ഒരു രാജ്യം അങ്ങ് തീരാൻ അത് മതി. എത്രയോ ആണവായുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അത്രയും പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള വലിയൊരു ദൗത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തോടെ വേണം ഇനിയുള്ള ഓരോ ദിവസവും കർത്താവിൻ്റെ ദാസരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. In the coming days we have ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈ ജപമാല റാലികളെ പറ്റി നമുക്ക് വലിയൊരു ബോധ്യമുണ്ടായിരിക്കട്ടെ. ഇവിടെ സംഭവിക്കുന്ന വലിയ കാര്യങ്ങളാണ്. സ്വർഗം ഈ ലോകത്തിൻ്റെ മുന്നിൽ. ഇന്ന് ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഈ കട്ടൻ കർക്കിടക മാസത്തിൽ ഇന്ന് രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി, ഇന്ന് രാവിലെ തുടങ്ങി എല്ലാ ടി വികളിലും എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് 5 ദിവസത്തേക്ക് അതിശക്തമായ മഴ പെയ്യാൻ പോവുകയാണെന്ന്. in the news it has been shown that for the last 5 days that there is going to be heavy rainfall. പക്ഷെ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസന് നിർദ്ദേശം കിട്ടി, റാലി നടത്തണം. അതിന് സമയമില്ല, മറ്റൊരു നല്ല കാലാവസ്ഥയുള്ള ഒരു സമയം കിട്ടാനില്ല. അതുകൊണ്ട് റാലി നടത്തണമെന്ന് പറഞ്ഞു. ഈ പെരുമഴയുടെ സമയത്തും നമ്മൾ ആ റാലിയിലേക്ക് ഇറങ്ങി വലിയൊരു യുദ്ധം നടന്നു. പക്ഷേ ആ യുദ്ധത്തിൽ കർത്താവ് നമ്മളോട് കൂടെ നിന്നു. സ്പിറ്റിംഗ് ജീസസ് വിജയിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബോംബെയിൽ നിന്ന് ഈ റാലിക്ക് വേണ്ടി വന്ന ആൾക്കാരെ ഞാനിവിടെ ഈ സമൂഹത്തിൽ കണ്ടു. I saw the people who came from Mumbai for this rally. ഞാൻ അവരുടെ വിശ്വാസം, അവരുടെ എന്തുമാത്രം വലിയൊരു വിശ്വാസം. ഒരു റാലിക്ക് വേണ്ടി 1.5 മണിക്കൂറേ റാലിയുള്ളൂ. What great faith they have. They അതിനു came for വേണ്ടി ബോംബെയിൽ നിന്ന് അവർ കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ വിശ്വാസം ഇതാണ് സ്പിരിറ്റിന്റെ വിശ്വാസം. ഹല്ലേലൂയ, This is the faith of Spirit in Jesus. ഹല്ലേലൂയ. നമ്മളിന്നൊരു വലിയ സമ്മേളനമായിട്ട് വലിയ ലോകത്തിൻ്റെ മുന്നിൽ വലിയ വ്യക്തിത്വങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഒരു സമ്മേളനമായിട്ട് ഈ ജപമാല റാലി സമാപനം വെക്കാനൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. കാരണം അതിലും വലിയ 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 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഉന്നതനായവൻ നമ്മളോടൊത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ എന്ന് നിർത്താൻ പറയുന്നോ അന്ന് വരെ ഈ റാലി നമ്മൾക്ക് തുടരണം. ഹല്ലേലൂയ. Till the servant of the Lord says, till then we have to continue this rally. ഇറ്റലിയിലൊക്കെ ഒരാളാണ്, ജർമ്മനിയിൽ ഒരാളാണ് റാലി നടത്തിയത്. പക്ഷെ ദൈവം അത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. In Germany only one person conducted the rally, but the Lord saw that. ഒരിക്കൽ കൂടി ഞാൻ കർത്താവിൻ്റെ ദാസർക്ക് നന്ദി പറയുകയാണ്. ഇവിടെ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഞാൻ നന്ദി പറയുകയാണ്. കാരണം വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയിലാണ് നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് തീഷ്ണതയോടെ ജപമാലയിൽ ഈ രാജ്യങ്ങൾ എല്ലാം സമാധാനത്തിലാകുവാൻ, ലോക സമാധാനത്തിലാകുവാൻ, ഭൂമി സമാധാനത്തിലാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അതിനുള്ള ഏറ്റവും പീക്കായിട്ടുള്ള ടൈമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. In the coming days, let us pray like this for the peace of the world, because this is a very crucial time for that. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.